ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് കുറച്ച് ചിന്തകളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ജീവിതം നമ്മൾ ഓരോ നിമിഷം ആസ്വദിക്കുക തന്നെ ചെയ്യണം. കാരണം നമുക്കൊരു ചെറിയ ലൈഫേ കിട്ടുന്നുള്ളൂ. അത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ചിന്തിച്ചോ അല്ലെങ്കിൽ അവരെന്നോട് അങ്ങനെ ചെയ്തു, അവരെന്നോട് ഇങ്ങനെ ചെയ്തു, അതൊക്കെ ഓർത്ത് നിൽക്കാൻ നമുക്ക് എവിടെയാണ് സമയം? കാരണം ഈ ചെറിയൊരു ലൈഫിൽ നമുക്ക് കയ്പുള്ള അനുഭവങ്ങളും ഉണ്ടാവും, മധുരമുള്ള അനുഭവങ്ങളും ഒക്കെ ഉണ്ടാവും. ലൈഫ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ എല്ലാം മിക്സ് ആയിട്ടുള്ളതല്ലേ. പിന്നെ നമ്മളെ ദ്രോഹിച്ചവരെയൊക്കെ ഒരിക്കലും നമ്മൾ മറക്കരുത്. കാരണം എന്താണെന്നറിയോ, അവരുടെയൊക്കെ ഒരു ദ്രോഹം തന്നെയായിരിക്കും നമ്മളെ കൂടുതൽ ശക്തരാക്കിയത്. ഒരുപക്ഷെ നമ്മുടെ കോൺഫിഡൻസ് തകർക്കാനും നമ്മുടെ പേഴ്സണാലിറ്റീനെയൊക്കെ ഒന്ന് എന്താ പറയുന്നത്, നമുക്കൊരുള്ള ഒരു കോൺഫിഡൻസ് തകർത്ത് നമ്മുടെ പേഴ്സണാലിറ്റിയൊക്കെ കീറി മുറിക്കാൻ പാകത്തിന് പല ആൾക്കാരും നമ്മളോട് പലതും ചെയ്തിട്ടുണ്ടാവും. പക്ഷെ അതിനെയൊക്കെ ഒരു നല്ല പാഠമായിട്ട് സ്വീകരിച്ചിട്ട് നമുക്ക് മുമ്പോട്ട് പോയാൽ നമ്മുടെ ജീവിതം ഒരു യാത്രയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഓരോ നിമിഷവും അതിനെ മനസ്സിലാക്കി പൂർണ്ണമായിട്ട് ആസ്വദിക്കണം. അല്ലാതെ അവർ പറഞ്ഞു, ഇവർ പറഞ്ഞു, പിന്നെ ഞാനിത് ചെയ്താൽ അവരെന്ത് വിചാരിക്കും, നമ്മൾ തമ്മിൽ ഇങ്ങനെ സംസാരിച്ച് കഴിഞ്ഞാൽ മൂന്നാമത് കാണുന്ന അവർ നമ്മളെക്കുറിച്ച് എന്ത് ചിന്തിക്കും, ഇതൊക്കെ ഓർത്തുകൊണ്ടിരുന്നാൽ നമുക്ക് ലൈഫ് നടക്കുമോ? അപ്പോൾ കഥകളൊക്കെ അവിടെ നിൽക്കട്ടെ. ഇന്ന് ഞാനാണെങ്കിൽ ഒരു ഒമാനി ട്രഡീഷണൽ ഫുഡായ ഫത്തീര ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. നമ്മുടെ സാധാരണ മൈദയും ഒക്കെ കൊണ്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. ശരിക്കും പൊറോട്ടയുടെ തന്നെ ഒരു വേറൊരു വേർഷൻ എന്ന് പറയാം. പക്ഷേ ഇത് ഒമാനി ട്രഡീഷണൽ ഫുഡാണ്. ഇത് നമുക്ക് ഫത്തീര നമ്മുടെ പൊറോട്ട ചെയ്യുന്നത് പോലെ തന്നെ ചെയ്തിട്ട് അതിനകത്ത് നല്ല ചീസ്, തേന്, മുട്ട അല്ലെങ്കിൽ ചിക്കൻ, ബീഫ് ഇതൊക്കെ നിറച്ചിട്ട് നാലായിട്ട് മടക്കി നമ്മളൊരു ബ്രെഡിൻ്റെ പോലെ ഉണ്ടാക്കിയെടുക്കും. ഇത് ഞങ്ങൾ പറഞ്ഞത് ചീസും ഹണിയാണ്. ആക്ച്വലി ഇവരത് ഉണ്ടാക്കുന്നത് കാണാൻ തന്നെ നല്ല രസമാണ്. നമ്മൾ ശരിക്കും നോക്കി നിന്ന് പോവും. പിന്നെ കഴിക്കാനാണെങ്കിലോ നല്ല ടേസ്റ്റും. ആക്ച്വലി അതൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ സ്നാക്സ് ആയിട്ടോ ഒക്കെ നമുക്ക് കഴിക്കാം. ഇത് ഞങ്ങളിപ്പം രാത്രിയിൽ ആണ് കഴിക്കുന്നത്. കാരണം മധുരം തിന്നാനുള്ള ഒരു ഭയങ്കര ആഗ്രഹം വന്നപ്പം ഒരു ബെസ്റ്റ് ഓപ്ഷനായിട്ട് തോന്നിയത് ഈ ഒമാനി ട്രഡീഷണൽ ഫത്തീരയാണ്. അപ്പോൾ പിന്നെ വേഗം ഫത്തീര കിട്ടുന്ന കടയിലേക്ക് വിട്ടു. അടിപൊളിയായിരുന്നു. അപ്പം മറക്കണ്ട, നമ്മുടെ ലൈഫ് നമ്മുടെ കയ്യിലാണ്. നമ്മൾ അടിച്ചു പൊളിക്കുക. മറ്റുള്ള ആൾക്കാരെ വിചാരിച്ചിരുന്നാൽ നമ്മുടെ സമയം പോവും. ടാറ്റാ ബൈ.